ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര മഴ മൂടലാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പടി വയ്യായ്കയുള്ള ദിവസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പീരീഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യ കേട്ടോ എന്നേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ ചെയ്തോ എന്ന് ചോദിച്ചാൽ പണികളൊക്കെ ചെയ്തു. ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റു. അപ്പോൾ അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എഴുന്നേറ്റ പാടെ തന്നെ അവൾ എഴുന്നേക്കും. എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽക്കുന്നത് അവൾ ടി വി ഒക്കെ കണ്ടുകൊണ്ട് കിടക്കും കേട്ടോ. ജാക്കിച്ചാനൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അതും കണ്ടുകൊണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ കിടക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൾ ഫുഡ് കഴിപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ ഓർത്തു, എനിക്കാണെങ്കിൽ രാവിലെ തൊട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ടി വിയിൽ ശൃംഗാരവേലൻ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോമഡി സീനായിരുന്നു. അപ്പോൾ അതൊക്കെ ആ സിനിമ അല്ലെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ, ടി വി വന്നാൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഭാഗമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ അത് ആദ്യം കാണുന്ന പോലെ ആസ്വദിച്ചിരുന്ന് കാണുമായിരുന്നു കേട്ടോ. അമ്മ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സിനിമ കാണുമെന്ന് അറിയത്തില്ല, എന്നാണോ. അമ്മമാരങ്ങനെയാണല്ലോ പൊതുവേ. എന്തെങ്കിലും കോമഡി സീൻ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മയ്ക്കൊരു പ്രത്യേകതയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇരുന്ന് ചിരിക്കും. അപ്പോൾ അമ്മ ചിരിച്ച് ആസ്വദിച്ചിരുന്ന് ടി വി കാണുവാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ ചായ കുടിക്കുന്ന ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ എപ്പോഴും. ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വലിയ ഗ്ലാസ്സാണ്. അപ്പോൾ ആ ഗ്ലാസ്സിനകത്ത് ചായ എടുത്താൽ പാൽ ഇച്ചിരി കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഗ്ലാസ്സിനകത്താണ് കേട്ടോ ചായ കുടിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിടക്കപ്പായ എഴുന്നേറ്റ് പോയപടി കിടക്കുമായിരുന്നു കേട്ടോ. എന്നാൽ അതൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചേക്കാമെന്ന് വിചാരിച്ചു. തലേണയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ ഒട്ടും എനിക്കങ്ങ് പറ്റണില്ല കേട്ടോ. നടുവൊക്കെ കട്ട് കഴിക്കുന്നുണ്ട്. ഒട്ടും അങ്ങ് പറ്റുന്നില്ല. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും പകുതിയും തുണി ഉണങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വീടിനകത്ത് അങ്ങനെ അഴ കെട്ടിയിട്ടുണ്ട്. അഴയ്ക്കകത്തോട്ടൊക്കെ കുറച്ചൊക്കെ തുണികളൊക്കെ ഞാനിങ്ങനെ എടുത്തിടുന്നുണ്ടായിരുന്നു. പിന്നെ അത് പുതപ്പാണ് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുതപ്പുകളൊന്നും ഉപയോഗിക്കേണ്ട വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇവിടെ മഴ ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ പുതപ്പിൻ്റെ ആവശ്യം വന്നു. അപ്പോഴാണ് ഗൈസ് എൻ്റെ കമ്മൽ പൊട്ടിയത്. കമ്മലിൻ്റെ അടിയിൽ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന ഒരു ഞാലി കട്ടിലേ കിടന്ന് കണ്ടത്. അപ്പോൾ ഞാൻ രണ്ട് കാതിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതോ ഒരു കാതിലെയാണ് പോയേക്കുന്നത്. അപ്പോൾ ഞാൻ ആ കാതിലെ ഊരി നോക്കി കേട്ടോ. അപ്പോഴത്തേനും അതിൻ്റെ ഒരു മുത്താണ് പോയേക്കുന്നത്. അപ്പോൾ അതിൽ വെക്കാമെന്നാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞ് പിന്നെയും പോകത്തൊന്നുമില്ല. ഞാനത് വെച്ചിട്ട് ഒന്ന് കടിച്ചൊന്ന് സെറ്റാക്കി അത് വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് പക്ഷേ ഈ കമ്മൽ എപ്പോഴും ഊരി പോകുന്നതാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വേറെ കമ്മലില്ല, ഈ ഒരു കമ്മലേ ഉള്ളൂ. പിന്നെ ഉള്ളത് സ്റ്റഡാണ്. അതിട്ട് കഴിഞ്ഞ ദിവസം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇങ്ങനെ ചേർന്നിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് കാതിങ്ങനെ പഴുക്കുന്ന പോലെ വന്നായിരുന്നു. എന്നാണെന്നറിയത്തില്ല കേട്ടോ. അപ്പോഴത്തേനും ഞാൻ അത് കടിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോഴത്തേനും അവൾ ഓരോന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വെള്ളം എടുത്ത് തരാമോന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ വരുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണമല്ലേ, അതുകൊണ്ട് ശരിക്കും കെയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ ഒരെണ്ണം മേടിക്കാനുള്ളതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞാനത് ഇട്ടു. ഒരു റിങ് പോലത്തെ ഇട്ടാണ് കേട്ടോ. പിന്നെ എല്ലാം കൊട്ടിക്കൊടഞ്ഞ് വിരിക്കുന്നുണ്ട്. എത്ര നേരത്തേനാണെന്ന് അറിയത്തില്ല. കുറച്ച് നേരത്തേനേ ഉള്ളൂ കേട്ടോ ഈ വിരിച്ചിടുന്നതൊക്കെ. ഇത് പുതിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. നമ്മൾ ഇതുവഴി വന്നപ്പോൾ ഒരു ചേട്ടൻ്റെ നിന്ന് മേടിച്ച ബെഡ്ഷീറ്റാണ്. പക്ഷേ ഇത് വലിയ രസമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അത്രയ്ക്ക് വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു കണക്കിന് നോക്കിയാൽ എനിക്ക് ഈ ബെഡ്ഷീറ്റാണ് കേട്ടോ എനിക്ക് എളുപ്പം. കാരണം എനിക്കിങ്ങനെ എടുത്ത് അലക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, നടുവിന് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട്. പിന്നെ അവൾ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഫ്ലാസ്കിനകത്തുനിന്ന് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക്. പിന്നെ അവളങ്ങ് പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വന്ന് അതിൻ്റെ ബാക്കിയൊന്ന് ഒതുക്കുവാണ്. അപ്പോൾ തുണികളെല്ലാം അവിടെ താഴെ ജസ്റ്റ് ഒന്ന് ചവിട്ടി തൂക്കാനിടുന്ന തുണിയാണ് കേട്ടോ. തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈറ്റിയാണ്. അതങ്ങ് ജസ്റ്റ് അങ്ങ് ഇട്ടേക്കും. പിന്നെ ഞങ്ങളുടെ പുതപ്പാണ് കേട്ടോ. പുതപ്പിൻ്റെ ഒന്നും ആവശ്യം ഈ കഴിഞ്ഞ ദിവസം വരെ ഇല്ലായിരുന്നു. പക്ഷേ പുതപ്പ് കഴിഞ്ഞ ദിവസം എടുത്താണ് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് എടുത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എനിക്ക് എപ്പോഴും വേണം കേട്ടോ കൂടെ. പിന്നെ തുണി അലക്കാനുണ്ടായിരുന്നു. ബെഡൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ വെള്ളമൊക്കെ അമ്മ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ പാമ്പിനെ കണ്ടതിന് ശേഷം ഞാൻ പുറകിലോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേനും അമ്മ വെള്ളമൊക്കെ പിടിച്ച് എനിക്ക് വെച്ചിട്ടുണ്ട് അലക്കാൻ. അപ്പോൾ ഇന്നലെ ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയായിരുന്നു കേട്ടോ അമ്മ. ഫുള്ള് തെളിച്ചായിരുന്നു. അതുകൊണ്ട് എല്ലായിടവും നല്ല തെളിഞ്ഞാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ ഞാൻ ട്രൈപോഡൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഫോൺ അവിടെ ചാരി വെച്ചിട്ട് അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ അലക്കാനായിട്ട് അലക്കണ്ടിൻ്റെ അങ്ങോട്ട് വന്നു. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്ന ഒരു വാഷിംഗ് മെഷീനാണ് കേട്ടോ. അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുവാണ്. കാരണം ഒരു ദിവസം അലക്കിയില്ലെങ്കിൽ ഒത്തിരി തുണി വരുന്നുണ്ട് കേട്ടോ അലക്കാൻ. ഞാൻ എന്നും അലക്കുവാണെങ്കിൽ കുഴപ്പമില്ല. എന്നും അലക്കാതിരിക്കുമ്പോഴത്തേനും നമുക്കിപ്പോൾ മഴയൊക്കെ ആണല്ലോ. അപ്പോഴത്തേനും നമുക്ക് എപ്പോഴും അലക്കാനൊന്നും പറ്റിയല്ലോ. അപ്പോൾ മഴയൊക്കെ ഉള്ളപ്പോൾ വാഷിംഗ് മെഷീൻ നല്ല ഉപകാരമാണ് കേട്ടോ. കാരണം വാഷിംഗ് മെഷീനിൽ തുണി നമുക്ക് അലക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പകുതിയും
പിഴിഞ്ഞ് നല്ല രീതിക്ക് പിഴിഞ്ഞാണല്ലോ വരുന്നത്. അപ്പോഴത്തേനും നമുക്ക് പിന്നെ അത് കാറ്റ് കൊണ്ടാലും ഉണങ്ങും. പക്ഷെ നമ്മളല്ലാതെ അലക്കുന്ന തുണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എത്ര പിഴിഞ്ഞാലും നമുക്ക് വെള്ളം പോകത്തില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം ശരിക്കും പിഴിയാനൊന്നും അറിയത്തില്ല. പിഴിഞ്ഞിടും, എന്നാലും അതിനകത്തുനിന്ന് കുറേ വെള്ളം ഇങ്ങനെ പിന്നെ ഊർന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ദേ ഇച്ചിരി ഉള്ളൂ കേട്ടോ അലക്കാൻ. കാരണം അത് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒത്തിരി ആകും. അതുകൊണ്ട് പിന്നെ ഞാനത് കയ്യോടെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേനും കുഴിഞ്ഞൊക്കെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് എഴുന്നേക്കാൻ പോയിട്ട് എനിക്ക് എന്നാണ് ഈ പ്രാവശ്യം അങ്ങനെ വയറുവേദനയൊന്നും വന്നില്ല. പക്ഷേ എന്നാന്ന് പറഞ്ഞാൽ ഞാൻ കുനിയുന്നതിനും പ്രത്യേകതയുണ്ട്. എനിക്കാണെങ്കിൽ ഒട്ടും അങ്ങ് പറ്റണില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് ചെയ്യാതിരിക്കാനും പറ്റിയല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. പക്ഷെ വീട്ടിലൊക്കെ ആണെങ്കിലും അമ്മയൊക്കെ ആണെങ്കിലും അലക്കും കേട്ടോ. എനിക്ക് വയ്യായ്കയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയൊക്കെ ആണെങ്കിലും അലക്കും. അപ്പോഴത്തേനും ഞാൻ അലക്കിയിടുവാണ്. ഇനിയിപ്പം അലക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊച്ചിനെയും കുളിപ്പിച്ച് എനിക്കും കുളിക്കണം. പിന്നെ ചേട്ടായിയുടെ ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതലും ഉള്ളത്. അലക്ക ചേട്ടായിയല്ലേ ഡെയിലി ജോലിക്ക് പോകുന്നത്. ഞാനും കൊച്ചും വീട്ടിൽ ഇരിക്കുന്നതല്ലേ. അപ്പോൾ എൻ്റെയും കൊച്ചിൻ്റെ തുണിയിലൊന്നും വലിയധികം ചെളിയൊന്നും കാണത്തില്ല കേട്ടോ. ചേട്ടായി ഇന്ന് ഈ പുറത്ത് പോകുന്നതുകൊണ്ട് ചേട്ടായിയുടെ തുണിക്കകത്ത് മാത്രം ചെളിയൊക്കെ കാണും. പിന്നെ ഷർട്ടൊക്കെ ആണെങ്കിലും യൂണിഫോം ഷർട്ടിലൊക്കെ ആണെങ്കിലും ചെളി കാണും. പിന്നെ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ചെളിയൊന്നും അധികം കാണത്തില്ല. ജസ്റ്റ് ഒന്ന് കുത്തിപ്പിഴിഞ്ഞെടുത്താൽ മതി, വലിയ ചെളിയൊന്നും ഇല്ലാത്തതാണ്. അപ്പോഴത്തേനും ഞാൻ അലക്കുവാണ്. അലക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി പരിപാടി ചെയ്യാൻ. അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കയറി വന്നു. പിന്നെ എന്നാൽ തലയിൽ എണ്ണയൊക്കെ വെച്ച് അങ്ങ് ഇരുന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ലൈറ്റ് കുറവുള്ള പോലെ തോന്നി കേട്ടോ. പിന്നെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ നോക്കി. പക്ഷെ ഭയങ്കര മൂടലാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ആ ഒരു വെളിച്ചമല്ലേ നമുക്ക് റൂമിലും കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ എണ്ണ ഞാൻ എടുക്കുന്നുണ്ട്. മുടിയിലാണെങ്കിൽ ഓൾറെഡി മുടി എണ്ണമയം ഉണ്ട് മുടിയിൽ. കാരണം ഷാമ്പു ഞാൻ വീക്കിലി 2 വട്ടമാണ് കേട്ടോ ഇടാറുള്ളൂ. അപ്പോൾ ഓൾറെഡി എണ്ണമയം ഉണ്ട്. പിന്നെ എനിക്ക് എണ്ണ വെക്കാതെ കുളിക്കാനും പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദന എടുക്കും. ഇപ്പോൾ ജസ്റ്റ് മണ്ടയിൽ മാത്രം ഒന്ന് വെക്കുന്നുള്ളൂ, വേറെ സ്ഥലത്തോട്ടൊന്നും എണ്ണയാക്കുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ തലയിൽ എണ്ണയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ അവളെയും കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ആകെ മടിയാണ് ഗൈസ്. വയ്യാണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ തിണ്ണേ വന്ന് ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുളിക്കണം. തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കുക. ഇനിയിപ്പോൾ പെണ്ണിനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം. ഭയങ്കര മടി, ക്ഷീണം. അലക്കി ഇട്ടു കേട്ടോ. ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അലക്കിയൊക്കെ ഇട്ടു. അപ്പോൾ കൊച്ചകത്ത് ഇരുന്ന് TV കാണുന്നുണ്ട്. ഇടയ്ക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകും കേട്ടോ. ഞാനിവിടെ ഈ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴാ കിടക്കാൻ നിനക്ക് സ്ഥലമില്ലേ? അവളുടെ റെയിൻകോട്ട് എടുത്തുകൊണ്ട് വന്ന് നിലത്തിട്ടിട്ട് അവൾ അതിൻ്റെ പൊക്കത്ത് കയറി കിടക്കും. എന്നിട്ട് ഞാൻ കിടക്കട്ടെ എന്ന്. ഇത് അവളുടെ ചെറുപ്പത്തിൽ അവളെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക്കാണേ. അങ്ങനെ എഴുന്നേക്ക്. അതിനാ സ്കൂളിൽ പോവണ്ടേ? അതിനാ കുഞ്ഞിന് പുതിയ ബാഗ് മേടിച്ചു തരട്ടെ? പുതിയ ആണോ? പുതിയ വിളിക്കണ്ടേ മോനെ? എവിടെ പാമ്പുണ്ട്? ആ എവിടെ എലിയുണ്ട്? എലിയുണ്ട്, പാമ്പുണ്ടെന്നൊക്കെ പറയാ. കള്ളി പെണ്ണാണ്. ഭയങ്കര മഴ മൂടലാട്ടോ ഇവിടെ. അപ്പോൾ ചേട്ടായി കഴിക്കാനൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് ലഡു ഒക്കെ ആയിട്ടാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. ഞാനപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇവർ അപ്പനും മോളും കൂടെ കടയിലൊക്കെ പോയി ലഡു ഒക്കെ മേടിച്ചുകൊണ്ട് തന്നു. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അവൾക്ക് ഇതുപോലെ തുറക്കം അടയ്ക്കാൻ ചെയ്യുന്ന കോലുമുട്ടയൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. ഞാനും മനാപ്പിയും കിടന്നേ. മനാപ്പി കോഴി ഇപ്പോൾ കുറച്ചായിട്ട് കോഴീനെ കൂട്ട് പിടിച്ചിട്ടുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ഭയങ്കര മഴക്കോളാണ് കേട്ടോ.